നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ച് നിർത്തിയത് സോപാനം എന്നൊരു പങ്ക്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആധ്യാത്മിക, ദാർശനിക, ചരിത്രപരമായ വിഷയങ്ങൾ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പങ്ക്തിയായിട്ടാണ് നമ്മളിതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഇരിങ്ങാലക്കുടയെക്കുറിച്ചും ചട്ടമ്പിസ്വാമികളെക്കുറിച്ചും ചട്ടമ്പിസ്വാമികളും ഇരിങ്ങാലക്കുടയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെ ഒരു ചെറിയ എപ്പിസോഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യം, ഇരിങ്ങാലക്കുടയുമായി ബന്ധപ്പെട്ട് താണിശ്ശേരി കലാപം എന്നൊരു കലാപത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇത് സത്യത്തിൽ വളരെ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് പരാമർശങ്ങളൊന്നും വായിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. നമ്മുടെ കേരള ചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു കലാപം നടന്നതായിട്ട് അധികം ആരും ചർച്ച ചെയ്തിട്ടുമില്ല. എന്താണ് ഈ താണിശ്ശേരി കലാപം? അതിൻ്റെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് അത് ചരിത്രത്തിൽ നിന്ന് തമസ്കരിക്കപ്പെട്ടു പോയത്? താണിശ്ശേരി ലഹള എന്നാണ് അറിയപ്പെടുന്നത്. കുറച്ചൊക്കെ ശ്രദ്ധിക്കാൻ കാരണം ഈ അടുത്ത് ശബരിമല ഈ ഇഷ്യൂ വന്ന നവോത്ഥാനം അതിലൊക്കെ കിട്ടിയപ്പോൾ താണിശ്ശേരി ലഹള ശ്രദ്ധിക്കപ്പെടുകയും നവോത്ഥാന സമിതിയുടെ ചെയർമാനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്തുള്ള താണിശ്ശേരിയിൽ വരികയും ചെയ്തു. അപ്പോൾ ഈ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും താണിശ്ശേരി, കാട്ടൂർ, തൃപ്രയാർക്ക് പോകുന്ന വഴിയാണ് ഞാൻ ജനിച്ച കിഴുത്താണി എന്നുള്ള ഗ്രാമം. കിഴുത്താണിയുടെ ഒരു പ്രത്യേകത, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാർ നെടുമ്പള്ളി തരണനെല്ലൂർ കിഴുത്താണിയിലാണ് അവരുടെ ആസ്ഥാനം. അപ്പോൾ പരശുരാമൻ തന്ത്രം കൊണ്ടുവരാൻ ഗോദാവരി നദീതീരത്ത് നിന്ന് കൊണ്ടുവന്ന തരണനെല്ലൂരും താഴമണ്ണും. ഒരാൾ ഗോദാവരി മന്ത്രജപം കൊണ്ട് മാറ്റി മണ്ണിൽ കോട വന്നു, താഴമൺ. മറ്റൊന്ന് വെള്ളത്തെ തരണം ചെയ്ത് തരണനെല്ലൂർ. ഇങ്ങനെയൊക്കെയാണ് കഥ, ഐതിഹ്യം. ഇങ്ങനെയൊക്കെയാണ് പരശുരാമൻ. ഇങ്ങനെ ഇതിനെയൊക്കെ ചട്ടമ്പിസ്വാമികൾ പൊളിച്ചു കളയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ കിഴുത്താണിയുടെ ഞാൻ വീണ്ടും പറയാണ്, ജനിച്ച സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത തരണനെല്ലൂർ. ഈ തരണനെല്ലൂരിൻ്റെ മന അവിടെയാണ്. അപ്പോൾ ഒരു ബ്രാഹ്മണ പൗരോഹിത്യം നിലനിൽക്കുന്ന ഒരു സ്ഥലം. തൊട്ടപ്പുറത്ത് താണിശ്ശേരി. ഈ താണിശ്ശേരിയിൽ ഈഴവ ഫാമിലി, മേനോത്ത് ഈഴവ ഫാമിലി, അവിടെ ഒരു പ്രമാണിയായിട്ടുള്ള ഈഴവ ഫാമിലി ആൾ മരിച്ചു. അപ്പോഴേക്കും നാരായണ ഗുരുദേവൻ്റെയൊക്കെ പ്രഭാവം ആ ഭാഗത്തേക്കൊക്കെ വന്നിരുന്നു. അവിടെ അടുത്തൊരു വീട്ടിൽ നാരായണ ഗുരുദേവൻ വന്നപ്പോൾ ഒരാൾ എഴുതി കൊടുത്തൊരു ശ്ലോകമുണ്ട്, യുഗപരിവർത്തനത്തിൻ്റെ നായക നീ വന്ന നാടൻ നിൻ്റെ അങ്ങനെയുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്, അത് അങ്ങനെ എഴുതിയത്. യുഗപരിവർത്തനത്തിൻ്റെ നായക നീ വന്നത് ഞങ്ങളുടെ സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വളരെ മനോഹരമായിട്ടുള്ള. അപ്പം അങ്ങനെയുള്ള ഈ താണിശ്ശേരിയിലെ മേനോത്ത് ഫാമിലി, ആ പ്രമാണി മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പുലവാലായ്മ 11 ദിവസം നടത്തിയാൽ മതി. ആര്യസമാജത്തിലൊക്കെ അങ്ങനെ 10, ഗുരുദേവനും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. 10 ദിവസം കൊണ്ട് 11ന്റെ അന്ന് പുല വീടാ. നമ്മളത് രസം എന്താന്ന് വെച്ചാൽ ബാലായ്മയും പുലയും രണ്ടും 11-ന് തീരും. ഒരു കുഞ്ഞ് ജനിച്ചാൽ നമ്മൾ ബാലായ്മ ആചരിക്കുമല്ലോ. അമ്മയും കുഞ്ഞിനെയും വേറെ ആരും സന്ദർശിക്കില്ല. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബാലായ്മയാണോ വാലായ്മയാണോ? നമ്മൾ പറഞ്ഞു വാലായ്മയാക്കിയതാണ്. ബാലായ്മയല്ലേ ശരി? ബാലന്റെ ആയ്മ എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് എന്തൊക്കെയോ നമ്മൾ പറയുന്നൊന്നും അർത്ഥമില്ല, പറഞ്ഞു വാലായ്മയാക്കി. അതുപോലെ തന്നെ ഇവിടെ മേനോത്ത് ഫാമിലിയായ ഈഴവ പ്രമാണി മരിച്ചപ്പോൾ 16 ദിവസം അല്ല, ഇവര് 11 ദിവസം നടത്തി. അപ്പോൾ ഇടയ്ക്കൊന്ന് പറഞ്ഞോണ്ടേ, ഈ വൈദിക ഇതനുസരിച്ചും 11-ന് തീരും. അതെ. അപ്പോൾ ഈ തരണനെല്ലൂരിൻ്റെ അവിടെ ഇരിക്കുന്ന കിഴുത്താണിയിലെ നായന്മാർ അവരുടെ അടുത്ത് പോയി പറഞ്ഞു, അല്ല ഞങ്ങൾ നായന്മാർ 16 നടത്തുന്നത്, അപ്പം നിങ്ങൾ ഈഴവന്മാർ 11 നടത്തിയാൽ എങ്ങനെയാ? അത് ശരിയാവില്ലല്ലോ. താഴ്ശ്ശേരി ലഹളയിലേക്ക് പോയി കാര്യം. അപ്പോൾ അവിടെ
താണിശ്ശേരിക്ക് അടുത്ത് ചിറക്കൽ എന്ന് പറയുന്നിടത്ത് വേറൊരു ഈഴവ ഫാമിലിയിൽ ഒരു ചെറുപ്പക്കാരൻ കാശിയിൽ പോയി ഉപരിപഠനം നടത്തിയിട്ടുണ്ട്. നടത്തിയ ആൾ വന്നു, വേലായുധൻ എന്നാണ് പേര്. അപ്പം ഈ വേലായുധൻ വന്നിട്ട് അങ്ങോര് കാശിയിൽ പോയി ഉപരിപഠനം നടത്തി നാരായണ ഗുരുദേവനൊക്കെ കണ്ട് ഇവിടെ ചിറക്കലിൽ വന്ന് വേദാന്ത ഭട സംഘം രൂപീകരിച്ചു. കളരിയും ഒക്കെ പഠിപ്പിച്ചിരുന്നു, വേദാന്തമൊക്കെ പറഞ്ഞു. അപ്പം അദ്ദേഹം വന്നിട്ട് ഈ കിഴുത്താണിയിലുള്ള നായന്മാരുടെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ കാശിയിലൊക്കെ പോയി പഠിച്ച ആളാണ്, ആഗമശാസ്ത്രപ്രകാരം എന്താണ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ്, ഇത് നിങ്ങളെ എതിർക്കൂ ശാസ്ത്രം പഠിച്ച. അപ്പം ഇവരെന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇവർ ഈ പൗരോഹിത്യത്തിന്റെ പിണയാളുകളായിട്ട് കാലങ്ങളായിട്ട് ഇങ്ങനെ ആചരിച്ച് വന്ന കുറെ കാര്യങ്ങളാണ്. അത് ഇവിടെയാണ് ചട്ടമ്പിസ്വാമിയുടെ ഒരു പ്രസക്തി. ചട്ടമ്പിസ്വാമിയുടെ ഒരു വാക്കിന്റെ പ്രസക്തി, കപട ബ്രാഹ്മണ്യത്തിന്റെ കുടിലതന്ത്രങ്ങൾ നടപ്പിലാക്കുന്ന കയ്യാളന്മാരായി തീർന്ന ഒരു വിഭാഗം. ചട്ടമ്പിസ്വാമി പറയുന്നത് നായന്മാരെ പോയി ഈഴവരോട് ചോദിച്ചാൽ ഞങ്ങൾ 16 ദിവസം ആചരിക്കുമ്പോൾ നിങ്ങൾ ഇത്ര കുറച്ച് ദിവസം. പക്ഷെ അപ്പോഴും ബ്രാഹ്മണർ ആചരിക്കുന്നത് 11 ദിവസമാണ്. അപ്പൊ അതാണ് ഇവരും പറയുന്ന നായന്മാര്, ഞങ്ങൾ 16, നിങ്ങൾ 20, 22 അങ്ങനെ. അപ്പൊ വേലായുധൻ പറഞ്ഞു, ഞാൻ പഠിച്ചു വന്നിട്ടുള്ള ആളാണ്, നിങ്ങൾ പറയും ഏത് ശാസ്ത്രപ്രകാരമാണ്, ഏത് ശാസ്ത്ര ഗ്രന്ഥപ്രകാരമാണ്, ഇങ്ങനെയാണ് തുടങ്ങിയത്. പക്ഷെ ഇവര് കിഴുത്താണിക്കാര് വടിയും നായന്മാര് പോയി വടിയൊക്കെ എടുത്തിട്ട് അടിപിടി ലഹളയായി. അതാണ് താണിശ്ശേരി ലഹള. അതെങ്ങനെ സമാപിച്ചു കേസും കൂട്ടവും ഒക്കെ. അപ്പൊ കേസും കൂട്ടവും ഒക്കെ ആയിട്ട് നാരായണ ഗുരുദേവൻ ആ വഴിക്ക് വന്നപ്പോൾ വേലായുധനെ വിളിപ്പിച്ചു. വേലായുധനോട് ചോദിച്ചു, വിക്ഷോഭകരങ്ങളായ പ്രക്ഷോഭങ്ങൾ ഒരു വേദാന്തിയുടെ മാർഗമാണോ? നല്ല ചോദ്യം. വിക്ഷോഭകരമായ പ്രക്ഷോഭങ്ങൾ വേദാന്തിയുടെ മാർഗമാണ്. ഇത് നമ്മളിത് ഡിസ്കസ് ചെയ്യണം. കാരണം രക്തരൂക്ഷിതമായ വിപ്ലവം ഇപ്പം കേരളത്തിലെ നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അരുവിപ്പുറത്ത് നാരായണ ഗുരുദേവൻ എന്താ ചെയ്തത്? ഒരു വലിയ എന്തെങ്കിലും രക്തരൂക്ഷിതമായ വിചാര വിപ്ലവമാണ് അവിടെ ചെയ്തത്. അതിന് എന്തെങ്കിലും രക്തം വീഴ്ത്തിയോ അദ്ദേഹം? ഇല്ല. അതേ ഒരു ചോദ്യമാണ് വേലായുധനോട് ചോദിച്ചത്. വിക്ഷോഭകരങ്ങളായ പ്രക്ഷോഭങ്ങൾ ഒരു വേദാന്തിയുടെ മാർഗമാണോ? വേദാന്തി എന്ന് വെച്ചാൽ വേദം, അറിവിന്റെ അറിവുള്ളവന്റെ മാർഗമാണോ ഇത്? നമ്മളിപ്പോൾ ഈ പറയുന്നതിൽ എന്തിനും ഏതിനും ആരെങ്കിലും അറസ്റ്റ് ചെയ്താൽ ഇപ്പൊ ഉടനെ ബസ് കത്തിച്ചു, അത് ഇത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ അറസ്റ്റ് ചെയ്യുന്നത് കള്ളപ്പണം നടത്തിയത്, അത് അച്ഛൻ്റെയും മകളുടെയും കാര്യമാണ്. ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഒന്ന് ഇത് എവിടെയാണ് നടക്കുന്നത്? നമ്പർ 1 കേരളത്തിലാണ് നടക്കുന്നത്. പണ്ടും ഇതൊക്കെ നടന്നിരുന്നു. ഇപ്പൊ അതിന്റെ പുതിയ വേർഷൻസ് ആണ്, ഒരു യുക്തിയില്ലാത്ത കാര്യങ്ങൾ. പക്ഷെ ഇത് വേലായുധൻ എന്ത് മറുപടിയാണ് ഇതിന് ഗുരുദേവന് കൊടുത്തത്? വേലായുധൻ ഈ പറഞ്ഞ സാഷ്ടാംഗം നമസ്കരിച്ച് പിന്നെ അദ്ദേഹം ഇത്തരം പരിപാടികളിൽ നിന്നും മാറി ശിവഗിരി വന്നു. വേലായുധൻ ബോധാനന്ദ സ്വാമികളായി ശിവഗിരിയുടെ പ്രഥമ അധ്യക്ഷനായി തീർന്നു. കാര്യം വേദാന്തം നല്ലോണം പഠിച്ചിട്ടുള്ള ആളാണ്. പണ്ട് പിന്നീട് നമ്മുടെ നാരായണ ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരെ കുറിച്ചേ നമ്മൾ അറിയുന്നുള്ളൂ. സഹോദരൻ അയ്യപ്പൻ, സി കേശവൻ, സി വി കുഞ്ഞിരാമൻ, അങ്ങനെയൊക്കെ മറ്റെത്രയോ സന്യാസ ശിഷ്യന്മാർ, എത്രയോ പേര്. ഒരുപാട് പേര്. അതിന് അവരുടെ ജീവിത സന്ദേശവും നമ്മൾ പഠിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ സമകാലീന ചരിത്രത്തിൽ ഈ താണിശ്ശേരി ലഹള എങ്ങനെ വന്നു എന്ന് വെച്ചാൽ, നവോത്ഥാന സമിതി രൂപീകരിച്ചു. വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷൻ. വെള്ളാപ്പള്ളി താണിശ്ശേരി ലഹളയുടെ 100ാം വാർഷികം പ്രമാണിച്ച് അവിടെ വന്ന് താണിശ്ശേരിയിൽ നിന്ന് കിഴുത്താണി വരെ ഒരു കാൽനട യാത്ര നടത്തി. എങ്ങനെ? പണ്ട് വേലായുധൻ കീഴിലുള്ള ഈഴവര് കിഴുത്താണിയുള്ള നായന്മാരെ തല്ലാൻ ഉപയോഗിച്ച വടി എന്ന് പറഞ്ഞിട്ട് ആ വടി പിടിച്ചു വന്നിരിക്കണം. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ദുഷ്ടലാക്ക് കൂടെ ഉണ്ട്. ദുഷ്ടലാക്കെന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ
വിപ്ലവകാരികളുടെ ഇടയിലും ഈ നവനവോത്ഥാനക്കാരുടെ ഇതിൽ തുരുപ്പ് ചേട്ട എന്താ, ഹിന്ദുമതത്തിലെ ജാതീയതയാണ്. ജാതീകൃതമായ വൈകൃതങ്ങൾ. അതിനിപ്പോൾ രാമകൃഷ്ണ പരമഹംസർ തൊട്ട് നാരായണ ഗുരുദേവനായാലും ചട്ടമ്പിസ്വാമി ആയാലും പറഞ്ഞൊരു കാര്യമുണ്ട്, ഭക്തന്മാർക്കിടയിൽ ജാതിയില്ല. ഇതല്ല. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ആർക്കാണ് ഭക്തി, എന്താണ്, ആരാണ് ഭക്തൻ? വേലായുധൻ ശരിക്കും പരിപ്രശ്നേന സേവയ, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ, നാരായണ ഗുരുദേവനെ പോലെ ഒരു മഹാത്മാവിനെ കണ്ടു, അദ്ദേഹത്തിനെ സേവിച്ച് യഥാർത്ഥ അറിവ് നേടി. അദ്ദേഹം വളരെ ഉയർന്ന രീതിയിൽ വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു. അപ്പം ഇങ്ങനത്തെ നമ്മളിത് പറയുമ്പോൾ ഇരിഞ്ഞാലക്കുടയുടെ ചരിത്രത്തിൽ, ഇരിഞ്ഞാലക്കുടയുടെ അടുത്ത് ഉള്ള താണിശ്ശേരി ലഹളയെക്കുറിച്ച് ഞാൻ ചെറിയൊരു രൂപത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഒരു ലഹളയാണ്, അല്ലാണ്ട് ഒരു നവോത്ഥാന സംരംഭം, അറിവില്ലായ്മയിൽ നിന്നുണ്ടായ ഒരു ലഹള, ഒരു തർക്കം. അതിനെ വലിയ നവോത്ഥാന സംരംഭമായിട്ട് ആരാണ് ഈ പറഞ്ഞ പോലെ ചെരിഞ്ഞു പോകുന്നവര്, ഇടത്തോട്ട് ചെരിഞ്ഞു പോകുന്നവര്. അപ്പം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഈ വായനാ വാരമൊക്കെ നടക്കുന്ന സമയത്ത് വായനാ സംസ്കാരം, ഇപ്പം PN പണിക്കരുടെ ചരമദിനത്തിനാണ് വായനാ ദിനം, ജൂൺ 19. ഈ PN പണിക്കർ അമ്പലപ്പുഴയിൽ ആരംഭിച്ച വായനശാലയ്ക്ക്, അദ്ദേഹം അവിടെ LP സ്കൂൾ അധ്യാപകനായിരുന്നു, അവിടെ തുടങ്ങിയ വായനശാലയുടെ പേര് സാഹിത്യ പഞ്ചാനനൻ PK പരമേശ്വരൻ നായർ സ്മാരക സനാതന ധർമ്മ ഗ്രന്ഥശാല. ഇരിഞ്ഞാലക്കുടയിലും അങ്ങനെ ഈ സദ്ഗുരുവായി മാസിക പ്രസിദ്ധീകരിക്കാൻ ഒന്നാന്തരം ഒരു ഗ്രന്ഥശാല ഉണ്ടായിരുന്നു തച്ചുടൈ കൈമള കീഴിൽ. ഈ പറഞ്ഞ പോലെ വള്ളത്തോള്, സിസ്റ്റർ മേരി ബെനിഞ്ഞ, അവരുടെ ആദ്യ കവിതകളിലൊന്ന് എൻ്റെ പരിത്യാഗം ഈ സദ്ഗുരു മാസികയിലാണ് വന്നത്. അത് വായിച്ചിട്ട് വള്ളത്തോള് അഭിനന്ദിക്കുന്നത് അടുത്ത സദ്ഗുരു മാസികയിൽ വരുന്നുണ്ട്. ഈ പരിത്യാഗം എന്ന കവിത എഴുതിയ ഈ സഹോദരി അതിൽ കൂടെ ഉണർത്തുന്ന സന്ദേശം അവരുടെ ജീവിതത്തിൽ സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മേരി ജോൺ തോട്ടം, പിന്നീട് സിസ്റ്റർ മേരി ബെനീഞ്ഞാവുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ കാണുന്ന ഈ വിഭാഗീയത, ജാതിയും മതവുമായിട്ടുള്ള വിഭാഗീയത ഒരു നൂറ്റാണ്ട് മുമ്പ് അറിവുള്ളവരുടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇപ്പം കൂടൽമാണിക്യം ക്ഷേത്രമൊക്കെ വളരെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്, കാര്യം അറിയാലോ. അവിടെ കൂടൽമാണിക്യം, അതെ, ഒരു കഴകത്തിനൊരാളെ ജോലിക്ക് വെച്ചപ്പോൾ അതിനെ ചൊല്ലി ആള് എന്തോ ജാതീയമായ വേർതിരിവൊക്കെ ഉള്ളത് കൊണ്ട് ആ കഴക ജോലിക്ക് യോജിച്ച ആളല്ല എന്നൊക്കെ പറയുക. അങ്ങനെ വാസ്തവം എന്താണെന്ന് അറിയാം. ഈ താണിശ്ശേരി ലഹള പോലെയുള്ള ഒരു കാര്യം എന്നെ ആ സമയത്ത് പലരും ചർച്ചയ്ക്കൊക്കെ വിളിച്ചു. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ചർച്ചയ്ക്ക് പോയിട്ട് ഉള്ള സമയം വേസ്റ്റാണ്. വാസ്തവത്തിൽ എന്താ, ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് നടത്തി, റിട്ടേൺ ടെസ്റ്റ് നടത്തിയപ്പോൾ ഈ ടെസ്റ്റ് കഴിഞ്ഞ അതിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് ഓഫീസ് ജോലിയാണ് പ്രതീക്ഷിച്ചു വരുന്നത്, 10 മുതൽ 5 മണി വരെ. അങ്ങനെ ജോയിൻ ചെയ്ത ഒരാളെ പിടിച്ചിട്ട് പറഞ്ഞു കഴകത്തിന് വിട്ടു. രാവിലെ 4 മണിക്ക് എണിക്കണം, 4 മണിക്ക് 11 മണി വരെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് 5 തൊട്ട് 5 പോരാ, 4 മണിക്ക് വന്ന് 8 മണി വരെ. അപ്പോൾ അങ്ങനെ ഒരാളെ പിടിച്ചു നിർത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും പാരമ്പര്യമായിട്ടുള്ള ആൾക്കാർ ഇത് കഴകം പരമ്പരാഗതമായിട്ട് വരുന്ന അവരുടെ വിയോജിപ്പ് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. അങ്ങനെ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്, അതിനെ കുത്തിപ്പൊക്കി. ഇതാണ് കുത്തിപ്പൊക്കി, ഇത് ദളിതനായതുകൊണ്ട്. അതിന് പല സന്യാസിമാരടക്കം അത് ഏറ്റുപിടിച്ചു എന്ന് പറഞ്ഞാൽ, നാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും ഒക്കെ ജീവിച്ച ഈ നാട്ടിൽ അത് ദളിത് പ്രശ്നമാണ്, ദളിതനായതുകൊണ്ടാണ് ഈ അയിത്തം. ഒടുവിൽ ആ പയ്യൻ പാവം ഇതിൽ പെട്ടുപോയ ആള് ജോലി രാജിവെച്ച് പോയി. കഷ്ടം. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മളിത് തുടങ്ങിയത് ബംഗാളിൻ്റെ കാര്യം എന്താണ്, കേരളം നമ്പർ വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാര്യത്തിലേക്ക്
വരുമ്പോൾ ജാതി എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് പോയെങ്കിൽ ഇപ്പം ഇരിഞ്ഞാലക്കുടയിൽ കുട്ടംകുളം സമരം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടംകുളം കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കൂടെ നടക്കാൻ അധസ്ഥിതർക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് കുട്ടംകുളം സമരം. അതിനു മുമ്പ് തച്ചുടൈ കൈമൾ അവർക്ക് അനുവാദം കൊടുത്തിട്ടുള്ളതാണ്. അപ്പം എന്ത് ചെയ്തു? അവിടെ വളരെ തച്ചുടൈ കൈമൾ ശൂദ്രനാണ്. ഓ അത് ശരി. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു 64 ഗ്രാമങ്ങളിൽ ബ്രാഹ്മണര് ഭരിക്കാത്ത ഒരേ ഒരു ഗ്രാമം ഇരിങ്ങാലക്കുടയാണെന്ന്. തിരുവിതാംകൂറിൽ നിന്നും തിരുവിതാംകൂർ രാജാവ് തെരഞ്ഞെടുത്ത് 12 വർഷം ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് തച്ചുടയ കൈമൾ അധികാരം കൊടുക്കുന്നത്. പി ഭാസ്കരനുണി 19-ാം നൂറ്റാണ്ടിന്റെ കേരളം എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതൊരു 900 പേജുള്ള പുസ്തകം. സാഹിത്യ അക്കാദമിയുടെ സ്കോളർഷിപ്പോട് കിട്ടിയ പുസ്തകത്തിൽ പറയുന്നുണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിലല്ല, അതിനു മുമ്പുള്ള ചരിത്രത്തിൽ നോക്കിയാൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ തച്ചുടൈ കൈമൾ അവരോധം പോലെ ഞാനൊന്നും കണ്ടിട്ടില്ല. കാരണം ഇരിങ്ങാലക്കുടയുടെ അല്ലെങ്കിൽ കൂടൽമാണിക്യം സ്വാമിയുടെ ഭൂമിയുടെ പരിധിയിൽ പുതിയ തച്ചുടൈ കൈമൾ വന്നാൽ ബ്രാഹ്മണർ, അതായത് ഇരിങ്ങാലക്കുട ഗ്രാമത്തിലെ ബ്രാഹ്മണർ പല്ലക്കിൽ കൊണ്ടുവരണം എന്നാണ്. ഓ അങ്ങനൊരു. അപ്പം ആ കാലത്ത് ഈ പറയുന്ന ബ്രാഹ്മണ മേധാവിത്വം എന്ന് വെച്ചാൽ അറിവുള്ളവനെ ആദരിക്കേണ്ടവനെ ആദരിക്കാനുള്ളൊരു സംസ്കാരം നമ്മുടെ മലയാള രാജ്യത്തിലുണ്ടായിരുന്നു. ഇരിങ്ങാലക്കുടയിൽ പ്രത്യേകിച്ചുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചട്ടമ്പി സ്വാമി പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്നത് ഒരു കാലത്ത് ലിബറൽ, വളരെ സംഘകാല സദൃശമായ ഒരു സംസ്കാരം. തമിഴ്നാട്ടിൻ്റെ ഒക്കെ ഇപ്പൊ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനടക്കം സംസ്കൃതം പഠിക്കാൻ ഉപരിപഠനം തമിഴകത്തല്ലേ, തഞ്ചാവൂരല്ലേ പോയിരുന്നത്. അപ്പൊ ഇതിൻ്റെ പഠനം ഒരു സത്യസന്ധമായ നിഷ്പക്ഷമായ പഠനം. എന്തിൻ്റെ പഠനം? റീജിയണൽ ഹിസ്റ്ററി, പ്രാദേശിക പഠനം. ഞാനിപ്പോൾ ഇവിടെ വീണ്ടും പറയാണ്, 100 വർഷമൊക്കെ ആഘോഷിക്കുന്ന സംഘടനകൾ കേരളത്തിൽ എന്ത് ചെയ്യണം? കേരളത്തിൽ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ എന്ത് വേണം? ആ നാടിൻ്റെതായ സവിശേഷതകളിലേതായ ചില സ്പന്ദനങ്ങളുണ്ട്, ഇറങ്ങിച്ചെല്ലണം. ആര്യ സമാജത്തിന് അത് കുറച്ചു കാലം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും, അതായത് നമ്മുടെ കേരള നാട്ടിൽ അതിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നെങ്കിൽ അത് സാധിച്ചിട്ടുണ്ട്. കോഴിക്കോടും 1921 മുതൽ ഇത് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ആര്യവും ദ്രാവിഡവുമായ വേദാന്തവും സിദ്ധാന്തവും സമന്വയിച്ചു. അപ്പോൾ ഒരു സമന്വയത്തിൻ്റെ സംസ്കാരം മലയാള നാട്ടിലുണ്ടായിരുന്നു. അത് ഇരിങ്ങാലക്കുടയിലുണ്ടായിരുന്നു. പിന്നീട് അത് സമന്വയത്തിൻ്റെ സംസ്കാരം സംഘർഷത്തിൻ്റെ സംസ്കാരമായി. കലഹത്തിൻ്റെയും ലഹളയുടെയും കാര്യം ജാതി, അതിന് നല്ല തുരുപ്പിച്ചിട്ടാണ് ജാതി. അപ്പം ജാതിക്ക് അതീതമായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കും. അപ്പം അവിടെയാണ് ഇതൊരു വൈരുദ്ധ്യാത്മിക ഭൗതികവാദം വൈരുദ്ധ്യാത്മിക അവസരവാദമാക്കി തീർക്കാണ്. തങ്ങളുടെ നിലനിൽപ്പിന് ജാതിയാണ് പ്രധാന പ്രശ്നം എന്നാ പറഞ്ഞാൽ, ജാതി ഇല്ലാതായാൽ പിന്നെ ഇവിടെ പ്രശ്നം എന്താണ്? വാസ്തവത്തിൽ ഇവർക്ക് പ്രശ്നങ്ങളില്ലാത്തതാണ് ഇവരുടെ പ്രശ്നം. ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു പ്രശ്നം ഉണ്ടാക്കുക. അതാണ് ഇപ്പൊ കൂടൽമാണിക്യ സ്വാമി ക്ഷേത്രത്തില് ഈ ലേറ്റസ്റ്റ് സമയത്ത് അതൊരു വിവാദ കേന്ദ്രമായി എന്ന് പറഞ്ഞാൽ വെറുതെ ഉണ്ടാക്കുന്നതാണ്. അല്ല, അതിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ നവോത്ഥാനക്കാർക്ക് ചില മുതലെടുപ്പുകൾ നടത്താനും ഈ വിഘടിപ്പിച്ച് ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ വിഘടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയമായ നേട്ടം കൊയ്യാനും വേണ്ടിയിട്ടുള്ള പരിശ്രമം. ഈ പുസ്തകം ഇന്ന് നമ്മൾ ഈ ഇൻ്റർവ്യൂ നടക്കുന്ന, അഭിമുഖം നടക്കുന്ന ഈ ദിവസം തച്ചുടൈ കൈമൾ ജനിച്ച ദിവസമാണ്. അപ്പം ഈ തച്ചുടൈ കൈമളെ കുറിച്ചിട്ട് ഇരിങ്ങാലക്കുടയിൽ ഈ പുതിയ തലമുറയ്ക്ക് എത്ര പേർക്ക് അറിയുന്നത്? ഇത് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അവർ ഇത് കാണാൻ യൂട്യൂബിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ദിവസങ്ങളെടുക്കും. അപ്പോൾ ഇത് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വരണമല്ലോ. ഈ തീയതി കൂടി ഒന്ന് പറഞ്ഞാൽ ജൂൺ 22 ഇംഗ്ലീഷ് തീയതി. മകയിരം നക്ഷത്രം വരുന്ന ദിവസം. അപ്പം തച്ചുടൈ കൈമളിയൊക്കെ കോൺട്രിബ്യൂഷൻ അന്വേഷിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നീലകണ്ഠ തീർത്ഥപാദർ, അതുവഴി ചട്ടമ്പി സ്വാമികൾ, പരമഗുരുവായ
വാസ്തവത്തിൽ വീണ്ടും ഞാൻ പറയുകയാണ്, ചട്ടമ്പിസ്വാമി ആരാണെന്ന് വെച്ചാൽ കേരള നവോത്ഥാനത്തിൻ്റെ കന്നിമൂലക്കല്ലാണ്. നമസ്കാരം. നമസ്കാരം. നമസ്കാരം.